BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. 19ാമത് തൊടുപുഴ ഫിലിം ഫെസ്റ്റിവൽ ജനുവരി 9 ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ നഗരസഭയുടെ പദ്ധതി നിർവഹണവും വികസനവും പൂർണ്ണമായും നിലച്ചെന്ന് കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗവും മുനിസിപ്പൽ കൗൺസിലറുമായ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. അഖിലേന്ത്യാ അവാർഡി ടീച്ചേഴ്സ് ഫെഡറേഷന്റെ ഗുരുശ്രേഷ്ഠ പുരസ്കാര സമർപ്പണവും വാർഷികവും സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് MP പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. മന്ത്രി റോഷി അഗസ്റ്റിൻ അവാർഡുകൾ വിതരണം ചെയ്തു. വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ നാവികസേനയുടെ എക്യുപ്മെന്റ്സ് പ്രദർശനവും ഓപ്പൺ ഡേയും സംഘടിപ്പിച്ചു. പ്രദർശനം കോളേജ് മാനേജർ മോൺസിഞ്ഞർ ഡോക്ടർ പയസ് മലേക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. പുല്ലുപാറയിൽ KSRTC ബസ് മറിഞ്ഞുള്ള അപകടത്തിൽ ഒരാൾ കൂടി മരിച്ചു. ചികിത്സയിലിരുന്ന മാവേലിക്കര സ്വദേശി ബിന്ദു നാരായണനാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. 19ാമത് തൊടുപുഴ ഫിലിം ഫെസ്റ്റിവലിൽ ജനുവരി 9 ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ നഗരസഭയും തൊടുപുഴ ഫിലിം സൊസൈറ്റിയും ചേർന്ന് കേരള ചലച്ചിത്ര അക്കാദമിയുടെയും FFSAയുടെയും സഹകരണത്തോടെയാണ് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന സമ്മേളനത്തിൽ PJ ജോസഫ് MLA ഫിലിം ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ലോക സിനിമയിൽ തിരഞ്ഞെടുത്ത സിനിമകളുടെ പ്രദർശനങ്ങൾ ഒരുക്കി 19ാമത് തൊടുപുഴ ഫിലിം ഫെസ്റ്റിവൽ ജനുവരി 9 മുതൽ 12 വരെ നടക്കും. തൊടുപുഴ നഗരസഭയും തൊടുപുഴ ഫിലിം സൊസൈറ്റിയും ചേർന്ന് കേരള ചലച്ചിത്ര അക്കാദമിയുടെയും FFSAയുടെയും സഹകരണത്തോടെയാണ് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. 9 തീയതി മുതൽ 12 തീയതി വരെ രാവിലെ മുതൽ രാത്രി വരെ നടക്കുന്ന പ്രദർശനം 16 സിനിമകളാണ് ഈ വർഷവും ഉള്ളത്. അതോടൊപ്പം തന്നെ മീറ്റ് ദ ഡയറക്ടർ, ഓപ്പൺ ഫോറം, കലാ സാംസ്കാരിക പരിപാടികളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ചലച്ചിത്ര മേളയായിട്ട് തന്നെയാണ് ഈ വർഷവും പതിവുപോലെ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. 9 തീയതി വൈകുന്നേരം നടക്കുന്ന ഉദ്ഘാടന ചടങ്ങ് അതിൽ ബഹുമാനപ്പെട്ട MLA PJ ജോസഫ് ചലച്ചിത്ര മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ചലച്ചിത്ര സംവിധായകനായ പ്രശാന്ത് വിജയ് മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കും. ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസിന്റെ കേരള സംസ്ഥാന സെക്രട്ടറി ശ്രീ റെജി M ദാമോദരൻ മുഖ്യ പ്രഭാഷണം നടത്തുന്നുണ്ട്. അതുപോലെ ചലച്ചിത്ര പ്രവർത്തകരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ഒക്കെ ഉദ്ഘാടന ചടങ്ങിലുണ്ടാകും. മേളയുടെ 2ാം ദിവസം, അതായത് 10ാം തീയതി ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ ശ്രീജിത്ത് കോയിക്കടവ് എന്ന് പറയുന്ന സംവിധായകൻ ഓപ്പൺ ഫോറം ഉദ്ഘാടനം ചെയ്യും. അതുപോലെ ചലച്ചിത്ര പ്രവർത്തകനായ മുരളി നീലാംബരി ഉണ്ടാവും. തൊടുപുഴയിലെ മറ്റ് സാംസ്കാരിക പ്രവർത്തകരും കോളേജുകളിലെ ഫിലിം ക്ലബ് അംഗങ്ങളും എല്ലാം അതിൽ പങ്കെടുക്കും. ചലച്ചിത്രമേളയുടെ 3ാം ദിവസം ശനിയാഴ്ച മീറ്റ് ദ ഡയറക്ടർ, അതിൽ സംവിധായകൻ മുഹമ്മദ് സാദിഖും മറ്റ് ചലച്ചിത്ര പ്രവർത്തകരായിട്ടുള്ള വിനോദ് കുമാർ, അനിൽ ഹരൻ എല്ലാവരും ഡെലിഗേറ്റ്സുമായിട്ട് ഒരു സംബന്ധിക്കുന്ന പരിപാടിയാണ് മീറ്റ് ദ ഡയറക്ടർ. അത്തരത്തിൽ എല്ലാ ദിവസവും തന്നെ വിവിധ കോളേജുകളിലെ ഫിലിം ക്ലബ്ബുകളുടെ നേതൃത്വത്തിലുള്ള സാംസ്കാരിക പരിപാടികൾ, കലാപരിപാടികളൊക്കെ ഇതിനൊപ്പമായിട്ട് പ്ലാൻ ചെയ്ത് വരുന്നു. ജനുവരി 9 മുതൽ 12 വരെ തൊടുപുഴ സിൽവർ ഹിൽസ് സിനിമാസിൽ നടക്കുന്ന മേളയിൽ എല്ലാ ദിവസവും 4 ചലച്ചിത്രങ്ങൾ വീതമാണ് പ്രദർശിപ്പിക്കുന്നത്. പ്രശാന്ത് വിജയ് സംവിധാനം ചെയ്ത ദായം എന്ന സിനിമയാണ് ഉദ്ഘാടന ചലച്ചിത്രം. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത വിഷയങ്ങൾ പ്രമേയമാക്കിയ 12 സിനിമകളും 4 മലയാള സിനിമകളുമാണ് മേളയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജനുവരി 9 വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന സമ്മേളനത്തിൽ PJ ജോസഫ് MLA ഫിലിം ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ചലച്ചിത്ര സംവിധായകൻ പ്രശാന്ത് വിജയ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചു അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ FFSA കേരളം സെക്രട്ടറി റെജി M ദാമോദരൻ മുഖ്യപ്രഭാഷണം നടത്തും. തൊടുപുഴ നഗരസഭ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, FFSA റീജിയണൽ കൌൺസിൽ അംഗം A രാജേന്ദ്രൻ, ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് N രവീന്ദ്രൻ, സെക്രട്ടറി MM മഞ്ജുഹാസൻ, ജോയിന്റ് സെക്രട്ടറി സനൽ ചക്രപാണി എന്നിവരും പ്രസംഗിക്കും. കേന്ദ്ര സെൻസർ ബോർഡ് അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട ഫിലിം സൊസൈറ്റി സെക്രട്ടറി MM മഞ്ജുഹാസൻ, ഫിലിം സൊസൈറ്റി അംഗം VK ബിജു എന്നിവരെ ചടങ്ങിൽ അനുമോദിക്കും. 4 ദിവസങ്ങളിലായി നടക്കുന്ന ഫിലിം ഫെസ്റ്റിവലിലെ മുഴുവൻ പ്രദർശനങ്ങളും കാണുന്നതിന് 200 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. 18 വയസ്സ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. സ്പോട്ട് രജിസ്ട്രേഷനുള്ള സൗകര്യവും ഫെസ്റ്റിവൽ നടക്കുന്ന സിൽവർ ഹിൽസ് സിനിമാസിൽ ഒരുക്കിയിട്ടുള്ളതായി സംഘാടകർ അറിയിച്ചു. രജിസ്ട്രേഷന് ബന്ധപ്പെടേണ്ട നമ്പർ 9447776524, 9447824923, 9447753482.
തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് എൻ രവീന്ദ്രൻ, സെക്രട്ടറി എം മഞ്ജുഹാസൻ, വൈസ് പ്രസിഡന്റ് MI സുഗുണൻ, FFSI റീജിയണൽ കൌൺസിൽ അംഗം UA രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ നഗരസഭയുടെ പദ്ധതി നിർവഹണവും വികസനവും പൂർണ്ണമായും നിലച്ചെന്ന കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗവും മുനിസിപ്പൽ കൌൺസിലറുമായ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ജനങ്ങളുടെ നികുതി ഭാരം വർദ്ധിപ്പിക്കുന്നതല്ലാതെ പുതിയ വരുമാന മാർഗങ്ങളൊന്നും ഉണ്ടാകാൻ നഗരസഭ ഒരു പദ്ധതി പോലും ഏറ്റെടുക്കാത്തത് നിർഭാഗ്യകരമാണ്. കെടുകാര്യസ്ഥതയും അഴിമതിയും മാത്രമാണ് നഗരസഭയുടെ മുഖമുദ്ര എന്നും അദ്ദേഹം ആരോപിച്ചു. തൊടുപുഴ നഗരസഭയിലെ പദ്ധതി നിർവഹണവും വികസനവും പൂർണ്ണമായും നിലച്ചതായി കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗവും മുനിസിപ്പൽ കൌൺസിലറുമായ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ ആരോപിച്ചു. 2024-25 വർഷത്തെ വാർഷിക പദ്ധതി ജനുവരി 2024 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അപ്രൂവ് ചെയ്തതാണ്. ഞാൻ 8-10 മാസങ്ങൾക്ക് മുമ്പ് അപ്രൂവ് ചെയ്ത് നടപ്പാക്കി തുടങ്ങേണ്ടതായിരുന്നു. അത് അപ്രൂവ് ചെയ്തതാണ്. ഈ വർഷത്തെ ഈ പദ്ധതിയിൽ ഒരു വർക്ക് പോലും ഇത്രയും നാളായിട്ട് ഒരു വാർഡിലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു വർക്ക് പോലും, അതായത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നമുക്കറിയാവുന്ന DPCയുടെ അംഗീകാരം വേണം. ആ വർക്കുകൾക്ക് ടെക്നിക്കൽ സാങ്ഷൻ കൊടുക്കണം. ടെക്നിക്കൽ സാങ്ഷൻ കൊടുത്തതിന് ശേഷം ടെൻഡർ ചെയ്യണം. ടെൻഡർ ചെയ്ത് ആളെടുക്കണം. ആളെടുത്ത് കൗൺസിൽ അപ്രൂവ് ചെയ്തിട്ട് എഗ്രിമെൻറ്റ് വെച്ചിട്ടാണ് വർക്ക് തുടങ്ങുന്നത്. ഇപ്പോൾ ഇത്രയും നാളായല്ലോ. ഇനിയിപ്പം എഗ്രിമെൻറ്റും വെച്ച് പണി നടത്തണം എന്ന് പറഞ്ഞാൽ ഈ 2-2.5 മാസം കൊണ്ട് 15 കോടി രൂപയാണ് ചെലവഴിക്കേണ്ടത്. ഈ പദ്ധതി വിഹിതത്തിൽ സ്പില്ലോവർ 5 കോടി, ഈ വർഷത്തെ പദ്ധതി വിഹിതം 10 കോടി, 10.5 കോടി, അങ്ങനെ 15.5 കോടി രൂപയാണ് ചെലവഴിക്കാനുള്ളത്. 2024-25 സാമ്പത്തിക വർഷം 161 പദ്ധതികളാണ് നഗരസഭ അംഗീകരിച്ചിട്ടുള്ളത്. 2024-25 സാമ്പത്തിക വർഷം അവസാനിക്കാൻ 2 മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇതിൽ ഒരു പദ്ധതി പോലും നിർമ്മാണം ആരംഭിച്ചിട്ടില്ല. ഇതുവരെയുള്ള പദ്ധതി നിർവഹണം 0%. കഴിഞ്ഞ വർഷത്തെ സ്പില്ലോവർ പദ്ധതി നിർവഹണം 22% മാത്രമാണ്. ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്ന 161 പ്രവർത്തനങ്ങളിൽ 3/1 പോലും ടെൻഡർ ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. തൊടുപുഴയിൽ ഒരു സ്റ്റേഡിയം നിർമ്മിക്കുക എന്ന ജനങ്ങളുടെ ചിരകാല അഭിലാഷം ചുവപ്പുനാടയിൽ തന്നെയാണ്. മുതലക്കോടം ബൈപ്പാസും കാരിക്കോട് കാഞ്ഞിരമറ്റം ചുങ്കം മാരിയിൽ കലുങ്ക് കോതായിക്കുന്ന് ബസ് സ്റ്റാൻഡ് ബൈപ്പാസ് ഉൾപ്പെടെ പുതിയ റോഡുകൾ നിർമ്മിക്കാൻ നഗരസഭ യാതൊന്നും ചെയ്യുന്നില്ല. ജനങ്ങളുടെ നികുതി ഭാരം വർദ്ധിപ്പിക്കുന്നതല്ലാതെ പുതിയ വരുമാന മാർഗങ്ങളൊന്നും ഉണ്ടാക്കാൻ നഗരസഭ ഒരു പദ്ധതി പോലും ഏറ്റെടുക്കാത്തത് നിർഭാഗ്യകരമാണ്. കെടുകാര്യസ്ഥതയും അഴിമതിയും മാത്രമാണ് നഗരസഭയുടെ മുഖമുദ്ര എന്ന് അദ്ദേഹം ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അഖിലേന്ത്യാ അവാർഡി ടീച്ചേഴ്സ് ഫെഡറേഷന്റെ ഗുരുശ്രേഷ്ഠ പുരസ്കാര സമർപ്പണവും വാർഷികവും സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് K. ഫ്രാൻസിസ് ജോർജ് MP പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. മന്ത്രി റോഷി അഗസ്റ്റിൻ അവാർഡുകൾ വിതരണം ചെയ്തു. നിരവധി വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. അഖിലേന്ത്യാ അവാർഡി ടീച്ചേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ 30ാം വാർഷിക സമ്മേളനം, ഗുരുശ്രേഷ്ഠ പുരസ്കാര സമർപ്പണം, വിശിഷ്ട വ്യക്തികളെ ആദരിക്കൽ എന്നിവ തൊടുപുഴ എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. പൊതുയോഗത്തിന്റെ നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം അഡ്വക്കേറ്റ് K. ഫ്രാൻസിസ് ജോർജ് MP നിർവഹിച്ചു. കേരളത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതി ഏറ്റവും നിർണായകവും നിസ്തുലവുമായ സേവനം ചെയ്യുന്ന അധ്യാപകർ അവരെ എത്ര ആദരിച്ചാലും മതിയാവുകയില്ല. നമുക്ക് മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കാനായിട്ട് കഴിയും. നല്ല കെട്ടിടം ഉണ്ടാക്കാം, നല്ല മറ്റടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. എല്ലാം ചെയ്താൽ കുട്ടികളെ നന്നായി പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും മികച്ച അധ്യാപകരില്ലായെങ്കിൽ ആ പ്രവർത്തനങ്ങൾ കൊണ്ടൊന്നും നമ്മൾ എവിടെയും എത്തുന്നില്ല. അപ്പൊ ആ കാര്യത്തിൽ നമ്മുടെ അധ്യാപകരാണ് ഏറ്റവും അർത്ഥബോധത്തോടുകൂടി ഏറ്റവും ആത്മാർത്ഥമായി സ്വന്തം മക്കളെ പോലെ തങ്ങളെ ഏൽപ്പിക്കുന്ന കുട്ടികളെ ഏറ്റവും ആധുനികമായ എല്ലാ അറിവും പകർന്നു നൽകി അവരെ പുറം ലോകത്തിൽ വിവിധ നിലകളിൽ പ്രാഗൽഭ്യത്തോടുകൂടി നേതൃത്വപരമായിട്ടുള്ള പങ്കുവഹിക്കാൻ അവരെ തയ്യാറാക്കി അയക്കുന്നത്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അവാർഡുകൾ വിതരണം ചെയ്തു. ഇങ്ങനെയുള്ള വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, അധ്യാപകരെ ആദരിക്കാൻ കിട്ടുന്ന ഒരു സന്ദർഭം ജീവിതത്തിൻ്റെ ധന്യമായ ഒരു നിമിഷമാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു പക്ഷേ സൂചിപ്പിച്ചെന്ന് വിചാരിക്കുന്നു. എൻ്റെ പൊതുജീവിതത്തിൽ എപ്പോഴും എനിക്ക് വളരെയേറെ സഹായകമായിട്ടുള്ള, അല്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ മാറ്റിമറിച്ചിട്ടുള്ള ഒന്ന്, എനിക്ക് എൻ്റെ ഗുരുക്കന്മാരിൽ ലഭിച്ചിട്ടുള്ള പിൻബലവും ശാസ്ത്രീയമാണെന്ന് ഞാൻ ഓർക്കുന്നു. 2 കാര്യങ്ങൾ മാത്രം ഞാൻ ശ്രദ്ധിച്ചു. ഒന്നാം, ഞാനൊരു 10ാം ക്ലാസ് വിദ്യാർത്ഥി ആയിരിക്കുന്ന സമയത്ത് എൻ്റെ രേവതി ടീച്ചർ, ഞാനത് പക്ഷേ നേരത്തെ പറഞ്ഞിട്ടുണ്ടാകും, രേവതി ടീച്ചറെ കുറിച്ച് ഒരു ദിവസം പോലും ഞാൻ ചിന്തിക്കായിട്ടുണ്ട്.
കെ ബിന്ദു, എ മമ്മു, എം എ മുംതാസ്, വർഗീസ് ജോസഫ്, കുന്നത്തൂർ ജയപ്രകാശ്, എം എം വിജയകുമാരി, എലിസബത്ത് ലിസി, ആർ രഘുനാഥൻ, പ്രീത് ജി ജോർജ്, കെ എം മഞ്ജു, എസ് ഷൈല, കെ ടി തോബിയസ്, എൻ എസ് സാംജോയി, ജെ ചാക്കോച്ചൻ, എം ജി മിനി, എം ആർ രാജു, ജേക്കബ് എബ്രാഹിം, ജെ ഡാഫിനി, കെ എൻ സുനിൽകുമാർ, ബാബു മാത്യു, ഡോക്ടർ വിൽസൺ ജോസ്, ലക്ഷ്മി മംഗലത്ത്, ലേഖ കാദംബരി, കുളങ്ങര ഗോപാലൻ, ബി എസ് ശാന്തകുമാർ, എ ബിജു, ശ്രീല അനിൽ, ഡി സുജാത, ബിജോയ് മാത്യു, ബിജു ജോർജ്, ജെസി ജോസഫ്, രാജു സി ഗോപാൽ, വി കെ അജിത് കുമാരി, സിസി എം ലൂക്കോസ്, കാലടി പി പി വാസുദേവൻ, സാബു നെയ്യശ്ശേരി, സതീഷ് കുമാർ മുളവൂർ, ജീനു ജോർജ്, കെ ശിവപ്രസാദ്, ഫിലിപ്പ് ജോർജ്, സുരേഷ് സി കാട്ടിലങ്ങാടി, സി വി ലിജിമോൾ, ലാലി സെബാസ്റ്റ്യൻ, കെ എസ് ജയരാജ് എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. സംഘടനാ പ്രസിഡന്റ് മാത്യു അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. മാധ്യമശ്രേഷ്ഠ പുരസ്കാര ജേതാവ് പി കെ അനിൽകുമാർ പ്രഭാഷണം നടത്തി. മുനിസിപ്പൽ കൗൺസിലർ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് എൻ എ ജെയിംസ്, അഖിലേന്ത്യാ അവാർഡി ടീച്ചേഴ്സ് ഫെഡറേഷൻ സെക്രട്ടറി അമ്മിണി എസ് ഭദ്രൻ, വൈസ് പ്രസിഡന്റ് കെ സുരേഷ് കുമാർ, സംസ്ഥാന ദേശീയ അവാർഡ് ജേതാക്കളായ ജോസഫ് മുല്ലശ്ശേരി, കെ വി തോമസ് എന്നിവർ ആശംസകൾ നേർന്നു. റിട്ടയർഡ് എ ഡി പി ഐ ജെസി ജോസഫ്, വർഗീസ് ജോസഫ്, ഡോക്ടർ എം എ മുംതാസ്, ദേശീയ അവാർഡ് ജേതാവ് കെ ശിവപ്രസാദ് എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി വി എൻ സദാശിവൻ പിള്ള സ്വാഗതവും ട്രഷറർ പി എ ജോർജ് കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കാഴ്ചയുടെ വിസ്മയം തീർത്ത വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ നാവികസേനയുടെ എക്യുപ്മെന്റ്സ് പ്രദർശനവും ഓപ്പൺ ഡേയും സംഘടിപ്പിച്ചു. പ്രദർശനം കോളേജ് മാനേജർ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഭാരതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രവും നേട്ടങ്ങളും വിവരിച്ച് വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരുക്കിയ നാവികസേനയുടെ എക്യുപ്മെന്റ്സ് പ്രദർശനവും കോളേജിന്റെ ഓപ്പൺ ഡേയുടെ ഭാഗമായ ശാസ്ത്ര സാങ്കേതിക പ്രദർശനവും വിദ്യാർത്ഥികൾക്ക് ഏറെ കൗതുകമായി. പ്രദർശനം കോളേജ് മാനേജർ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. It's a matter of great pride for the institution, and the students who happen to join us for this exhibition is actually they are from Arakula, the very place from where our principal is coming, and we are so glad that your principals are students. So we welcome you very gladly and very wholeheartedly to this August academic function of exhibitions. In the name of everyone gathered here, I would like to salute and welcome you all. And actually this is a college which is affiliated to Kerala Technical University. It has got 8 BTech programs, 4 computer related BTech programs, and 4 core engineering segments, altogether 8 BTech program, and 1 automated course. And most of the courses are highly sought after, and you would obviously find many interesting devices and instruments being made by our students as part of their project work. And the students and the faculty members are there to stimulate your creativity and to take you to the fascinating and dream world of engineering that you are all aspiring for. And this is a good occasion for interaction with your teachers, for interacting with your senior students who are pursuing the studies here, and you will find it quite interesting and quite intellectually stimulating. I wish all the best for your visit and all the best for the exhibition that is going to happen today more. ഡയറക്ടർ റവറൻ ഡോക്ടർ പോൾ പാറത്താഴം, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കെ രാജൻ, വൈസ് പ്രിൻസിപ്പൽ സോമി പി മാത്യു എന്നിവർ പ്രസംഗിച്ചു. ലഫ്റ്റനന്റ് കമാൻഡർ മിഹിൻ അഹൂജ സന്നിഹിതനായിരുന്നു. പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ഡോക്ടർ കെ ഷൺമുഖേഷ്, ഡോക്ടർ ഷൈൻ ജോർജ്, ഡോക്ടർ സോണി കുര്യൻ എന്നിവർ നേതൃത്വം നൽകി. മിസൈലിന്റെ മോഡലുകൾ, മറ്റ് ആയുധങ്ങൾ, ചെറുതോക്കുകൾ, ഡെസ്ട്രോയർ മോഡലുകൾ, സീമാൻഷിപ്പ് ഗിയർ തുടങ്ങി ഭാരതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധോപകരണങ്ങളുടെ ചെറു മോഡലുകൾ തുടങ്ങി നാളിതുവരെ നാവിക മേഖലകളിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ മനസ്സിലാക്കുന്നതിനും കൂടുതൽ അറിയുന്നതിനും സഹായകരമാകുന്ന വിധത്തിലാണ് പ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. ഓപ്പൺ ഡേയുടെ ഭാഗമായി കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ ലാബുകളും മറ്റ് സൗകര്യങ്ങളും കാണുന്നതിനും മനസ്സിലാക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കും. വിദ്യാർത്ഥികളുടെ നൂതനങ്ങളായ പ്രോജക്ടുകൾ, വെർച്വൽ റിയാലിറ്റി, കോളേജിലെ വിദ്യാർത്ഥികൾ
വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഓൾ ടെറൈൻ വെഹിക്കിൾ, മറ്റ് ശാസ്ത്രീയ പ്രദർശന മോഡലുകൾ എന്നിവയും പ്രദർശനത്തിനായി സജ്ജീകരിച്ചിട്ടുണ്ട്. കോളേജിലെ ഓപ്പൺ ഡേയുടെ ഭാഗമായി ഒരുക്കിയിട്ടുള്ള പ്രദർശനം കാണുന്നതിന് സ്കൂൾ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും അവസരം നൽകും. രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെയാണ് പ്രദർശന സമയം. വിദ്യാർത്ഥികൾക്ക് നാവികസേനയിലെ അവസരങ്ങളെക്കുറിച്ചുള്ള അവബോധം നൽകുന്നതിനായി ഉന്നത നാവിക ഉദ്യോഗസ്ഥരും കോളേജിൽ സന്നിഹിതരായിരിക്കും. പ്രദർശനം ഇന്ന് സമാപിക്കും. മൂവാറ്റുപുഴ, കോതമംഗലം, തൊടുപുഴ മേഖലകളിൽ നിന്നായി 3000-ഓളം വിദ്യാർത്ഥികൾ പ്രദർശനം കാണാനെത്തി. പുല്ലുപാറയിൽ KSRTC ബസ് മറിഞ്ഞുള്ള അപകടത്തിൽ ഒരാൾ കൂടി മരിച്ചു. ചികിത്സയിലിരുന്ന മാവേലിക്കര സ്വദേശി ബിന്ദു നാരായണനാണ് മരിച്ചത്. ഇതോടെ ബസ് അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 4ആയി. പരിക്കേറ്റ 23 പേർ മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകടത്തിൽ അടിയന്തര അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുല്ലുപാറയ്ക്ക് സമീപം വിനോദയാത്രാ സംഘം സഞ്ചരിച്ച KSRTC ബസ് കൊക്കയിലേക്ക് മറിഞ്ഞായിരുന്നു അപകടം. മാവേലിക്കരയിൽ നിന്നും KSRTC ബഡ്ജറ്റ് ടൂറിസം പാക്കേജിന്റെ ഭാഗമായി തഞ്ചാവൂർ, മധുര എന്നിവിടങ്ങളിലേക്ക് തീർത്ഥാടനത്തിന് പോയി തിരികെ വരികയായിരുന്ന സൂപ്പർ ഡീലക്സ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. രമാമോഹൻ, അരുൺ ഹരി, സംഗീത്, ബിന്ദു ഉണ്ണിത്താൻ എന്നിവരാണ് മരിച്ചത്. ആദ്യ 3 പേരുടെ മൃതദേഹങ്ങൾ കുട്ടിക്കാനം മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലും ബിന്ദു ഉണ്ണിത്താന്റെ മൃതദേഹം പാല മെഡിസിറ്റിയിലുമാണ് ഉള്ളത്. ഡ്രൈവർമാർ അടക്കം ആകെ 37 പേർ സംഘത്തിലുണ്ടായിരുന്നു. 32 പേർ മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലും ഒരാൾ പാല മെഡിസിറ്റിയിലും ചികിത്സയിലുണ്ട്. കുട്ടിക്കാനം മുണ്ടക്കയം റോഡിൽ പുല്ലുപാറ കള്ളിവേലിൽ എസ്റ്റേറ്റിന്റെ സമീപത്താണ് അപകടം നടന്നത്. 40 അടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞ് മരങ്ങളിൽ തട്ടി നിൽക്കുകയായിരുന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി എന്നിവർ ആശുപത്രി സന്ദർശിച്ചു. ഹൈവേ പോലീസും പ്രദേശവാസികളും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടയ്ക്കായിരുന്നു 3 പേർ അപകടത്തിൽ മരിച്ചതായി അറിഞ്ഞത്. തഞ്ചാവൂരിൽ നിന്നും മടങ്ങിവരവെ കൊടും വളവ് നിറഞ്ഞ പ്രദേശത്ത് ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണോ അപകടത്തിന് കാരണമായതെന്ന് സംശയിക്കുന്നു. ബസിൽ സഞ്ചരിച്ചിരുന്ന യാത്രക്കാരുടെ വിവരങ്ങൾ അറിയുന്നതിന് ബന്ധുക്കൾക്ക് 9445659645 9645947727 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ആലക്കോട് പനമറ്റം റോഡ് നിർമ്മാണം പൂർത്തിയാക്കുവാൻ മുൻകൈയെടുത്ത വാർഡ് മെമ്പർക്ക് പ്രദേശവാസികളുടെ സ്നേഹാദരം. പ്രദേശവാസികളുടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യം സാക്ഷാത്കരിക്കുന്നതിനായി മുന്നിട്ടിറങ്ങിയ വാർഡ് മെമ്പർ ലിഗിൽ ജോയാണ് ആദരവ് ഏറ്റുവാങ്ങിയത്. ആലക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് തോമസ് മാത്യു ലിഗിൽ ജോയ്ക്ക് മൊമന്റോ നൽകി. കാലങ്ങളായി പണി പൂർത്തീകരിക്കാതെ തകർന്നു കിടന്ന റോഡിന്റെ നിർമ്മാണമാണ് പൂർത്തിയായത്. ആലക്കോട് ഇടവെട്ടി ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ആലക്കോട് പനമറ്റം റോഡിന്റെ നിർമ്മാണത്തിനായി PJ ജോസഫ് MLA-യുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപയും അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP-യുടെ ഫണ്ടിൽ നിന്നും 3 ലക്ഷം രൂപയും ആലക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ 3,20,000 രൂപയും മുടക്കിയാണ് റോഡ് പൂർണ്ണതയിലെത്തിച്ചത്. പതിറ്റാണ്ടുകളുടെ ആവശ്യം സാക്ഷാത്കരിക്കുന്നതിനായി മുന്നിട്ടിറങ്ങിയ വാർഡ് മെമ്പർ ലിഗിൽ ജോയെ പ്രദേശവാസികൾ ആദരിച്ചു. വന്ന സമയത്ത് തന്നെ ആദ്യത്തെ ഗ്രാമസഭ മുതൽ ഇപ്പോൾ വരെയും ഇവിടെയുള്ള എല്ലാവരുടെയും സജീവമായൊരു സാന്നിധ്യമുണ്ടായിരുന്നു. ഓരോ തവണയും ഈ റോഡിനെ കുറിച്ച് ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരേ ഒരു ചിന്ത, ഈ റോഡ് പൂർത്തിയാക്കി മാത്രമേ ഇവിടുന്ന് ഇറങ്ങാവുള്ളൂ എന്ന് തന്നെയാണ് വിചാരിച്ചത്. ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അതിൻ്റെ യഥാർത്ഥ വീതിയിൽ ഇതിപ്പോൾ തന്നെ വീതി എടുത്ത് തന്നെ ചെയ്തു പോകണം മെമ്പറെ, എന്നാൽ മാത്രമേ നമുക്കത് ശരിയാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ബിനോയ് മാളിയേക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആലക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് തോമസ് മാത്യു കക്കുഴി മൊമന്റോ നൽകി. മെമ്പർ ലിഗിൽ ജോയെ ആദരിച്ചു. ഈ MP-യുടെയും ഒക്കെ ഫണ്ട് കിട്ടി, ഇത്രയൊക്കെ ചെയ്യാൻ പറ്റി. ഇനി കുറച്ചുകൂടെ ഉണ്ട്, അത് ഇപ്പം തീർക്കാനുള്ള ഫണ്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ റോഡിനൊരു ശാഖമോഷം കിട്ടിയെന്നാണ് ബിനോയ് പറഞ്ഞത്. ഏതായാലും ഇതൊരു പ്രധാനപ്പെട്ട റോഡാണ്. നമ്മുടെ ഈ ബ്ലോക്കിൻ്റെ പഞ്ചായത്തിൻ്റെ അവിടുന്ന് മീൻമുട്ടി വരെ എവിടെയെങ്കിലും. ജോസഫ് കലിങ്കക്കുടി സ്വാഗതവും ജോസഫ് അറക്കൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ആലക്കോട്. ആലക്കോട് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം നടത്തി.
പ്രസിഡന്റ് ടി കെ സുധാകരൻ നായർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ദീപക് മുഖ്യപ്രഭാഷണം നടത്തി. നിരവധി പേർ പങ്കെടുത്തു. ആനക്കൂട് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 12ാമത് ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷം സരസ്വതി വിദ്യാഭവൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ടി കെ സുധാകരൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. ARA പരിധിയിലുള്ള വീടുകളും പരിസരവും പൊതുനിരത്തും ശുചിത്വ പ്രദേശമാക്കി നിലനിർത്തുമെന്നും അസോസിയേഷനിലെ മുഴുവൻ കുടുംബങ്ങളിലും ഉൽപാദനശേഷിയും പ്രതിരോധശേഷിയുമുള്ള പച്ചക്കറി വിതരണം നടത്തി ഉൽപ്പാദിപ്പിക്കുന്നതിനാവശ്യമായ പ്രോത്സാഹനം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റുള്ള എല്ലാ പരിപാടികളും അസോസിയേഷൻ ഒരു ചിട്ടി കമ്മിറ്റിക്കാർ കൂടി ഒരു ചിട്ടി നടത്തി ആ ചിട്ടിയിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് ബാക്കി ദൈനംദിന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കമ്മിറ്റിക്കാരെ സംബന്ധിച്ച് ഏത് ദിവസം എപ്പോൾ നിങ്ങൾ വിളിച്ചാലും ആ പരിപാടികൾക്കെല്ലാം ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ വൈദ്യുതി, കുടിവെള്ളമോ അതുപോലെ പൊതുവായ പല വിഷയങ്ങളും ഈ വാർഡിലെ അല്ലെങ്കിൽ ഈ നമ്മുടെ അസോസിയേഷനുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളുണ്ട്. ശുചീകരണമാണെങ്കിൽ ഏകദേശം 2 പ്രാവശ്യമെങ്കിലും അല്ലെങ്കിൽ 3 പ്രാവശ്യം നമ്മൾ കടനാശിനി അടിക്കാൻ പാടില്ലെങ്കിൽ പോലും അതടിച്ച് വഴി ക്ലിയറാക്കുന്ന അസോസിയേഷൻ്റെ ചെലവിൽ തന്നെയാണ് നമ്മൾ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം അതുപോലെ എല്ലാ രീതിയിലുള്ള ഇടപെടലുകളും നമ്മുടെ ഈ അസോസിയേഷനേരെയും കമ്മിറ്റിക്കാരും സജീവമായി നിന്നുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനം നടത്തുന്നുണ്ട്. നമ്മളിവിടെ സൂചനാ ബോർഡുകൾ കഴിഞ്ഞ ഓണത്തിൻ്റെ സമയത്താണ് വെച്ചത്. അന്നേരം അതുപോലെ വഴി ഈ സൈഡിൽ കൂടി നമ്മൾ ചെത്തികളൊക്കെ വെച്ച് അതിമനോഹരമാക്കിയിട്ട് അത് നശിപ്പിക്കുന്ന സംവിധാനമാണ്. അതിനും നമ്മൾ തിരിച്ച് ബോർഡുകൾ വെച്ച് അതിനെ സംരക്ഷിക്കും. അന്നേരം നമുക്കിനി വേണ്ടുന്നത് നമ്മുടെ ഒരു പ്രദേശം, ഈ അസോസിയേഷൻ്റെ ഏരിയ നമുക്ക് ശുചിത്വമുള്ള ഒരു മാർഗാക്കി മാറ്റുവാൻ ഒരു കൂട്ടായ പ്രവർത്തനം നമുക്ക് ആവശ്യമാണ്. നഗരസഭ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ദീപക് മുഖ്യപ്രഭാഷണം നടത്തി. ഓണാഘോഷവും അതുപോലെ ക്രിസ്മസ് പുതുവത്സര ആഘോഷവും ഒക്കെ വളരെ നല്ല രീതിയിലും കലാപരിപാടികളോടൊപ്പം കൂടി ആഘോഷിക്കുന്ന ഒരു പതിവ് അത് ചുരുക്കം ചില മേഖലകളിൽ മാത്രം കാണുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നഗരസഭയിൽ വിവിധ വാർഡുകളിലും അസോസിയേഷനുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത്രമാത്രം സജീവമായി, ഇത്രമാത്രം ക്രിയാത്മകമായി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന, അത് കലാപരമായ രംഗത്താണെങ്കിലും സേവനപരമായ രംഗത്തൊക്കെ ആണെങ്കിൽ പോലും വലിയ ഒരു പ്രവർത്തന രീതി കാണിക്കുന്ന തകിൽ കലാകാരന്മാരുടെ സംഘടനയുടെ 2024 ആദരവിന് അർഹനായ മോഹൻദാസിനെ ചടങ്ങിൽ മൊമെന്റോ നൽകി ആദരിക്കുകയും ചെയ്തു. സെക്രട്ടറി MI സുകുമാരൻ സ്വാഗതവും അഡ്വക്കേറ്റ് പ്രവീൺ കൃതജ്ഞതയും പറഞ്ഞു. തുടർന്ന് അസോസിയേഷൻ ഗാനമേള ഉൾപ്പെടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വണ്ണപ്പുറം ആർട്സ് സ്റ്റഡി സെന്റർ 10ാം വാർഷികവും സ്ഥാപക ദിനവും വൈവിധ്യമാർന്ന പരിപാടികളോടെ നടത്തി. 100 ചോദ്യങ്ങളടങ്ങിയ ക്വിസും കുട്ടികളിൽ പരീക്ഷാപേടി അകറ്റാൻ ക്ലാസും നടത്തിയിരുന്നു. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. വണ്ണപ്പുറം ആർട്ട് സ്റ്റഡി സെന്റർ 10ാം വാർഷികവും സ്ഥാപക ദിനവും വൈവിധ്യമാർന്ന പരിപാടികളോടെ നടത്തി. 100 ചോദ്യങ്ങളടങ്ങിയ ക്വിസും കുട്ടികളിൽ പരീക്ഷാപേടി അകറ്റാൻ ക്ലാസും നടത്തി. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസ് മുഖ്യാതിഥിയായിരുന്നു. നമ്മളിപ്പോൾ ഈ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന കുട്ടികളുടെ ഭാവി, ആരുടെ ഭാവി നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല. പക്ഷെ ഭാവി നിർണ്ണയിക്കാൻ പറ്റുന്ന ഒരാളുണ്ട്, അതാരാണ്? നമ്മൾ തന്നെയാണ്. ഞാൻ ആരായി തീരണമെന്ന്, ഞാൻ എന്താകണമെന്ന് തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ ആരെയും നമ്മൾ ആശ്രയിക്കേണ്ട കാര്യമില്ല. അത് ഞാനെടുക്കുന്ന തീരുമാനമാണ്. നോക്കൂ, നമ്മുടെ മുന്നിൽ ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട്. വളർന്നു വന്ന അല്ലെങ്കിൽ വലിയ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന എല്ലാ ആളുകളും അങ്ങനെ തീരുമാനങ്ങൾ എടുത്തു വന്നവരാണ്. എനിക്ക് ഏത് പ്രതിസന്ധി സാഹചര്യങ്ങളുണ്ടായാലും എനിക്ക് ഒരു ഉന്നതങ്ങളിൽ എത്തിച്ചേരണം എന്നുള്ള ദൃഢനിശ്ചയം. ആ നിശ്ചയത്തിന് നിങ്ങളുടെ ജീവിത രീതി ബാധകമല്ല. കാരണം നമ്മൾ സ്വീകരിക്കുന്ന മാർഗങ്ങളാണ്. പഠിക്കാനെടുക്കുന്ന സമയം, പഠന സമയത്ത് നമ്മൾ ചെലവഴിക്കുന്ന ആ വ്യക്തമായ ലക്ഷ്യബോധമുള്ള പഠനം, കളിക്കേണ്ട സമയത്ത് നമ്മൾ കളിക്കണം. പണ്ടത്തെ പോലെ ഒന്നും നമുക്ക് നിൽക്കാൻ കഴിയുന്നില്ല. കാരണം പണ്ടൊന്നും ഇങ്ങനെ പറ്റുന്ന സാഹചര്യങ്ങളല്ലേ. ഇപ്പം ഏറ്റവും ഉന്നതമായ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അനുദിനം നമ്മൾ വളരെ ഒരു വലിയ സമൂഹത്തിലേക്ക് പോവുകയാണ്, ഡിജിറ്റൽ സമൂഹത്തിലേക്ക് പോവുകയാണ്. പണ്ടൊക്കെ നിങ്ങൾക്ക് ടീച്ചർമാരോ അധ്യാപകരോ പറഞ്ഞു തരുന്ന വിഷയങ്ങളായി ഇപ്പോൾ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടാത്ത വിഷയങ്ങളുണ്ടോ?
ക്വിസിൽ 1ാം സ്ഥാനം ലഭിച്ച അഞ്ജലി സജിക്ക് അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസ് 1000 രൂപയുടെ ക്യാഷ് പ്രൈസും മൊമെന്റോയും നൽകി. ആദ്യ 10 സ്ഥാനങ്ങൾ ലഭിച്ച കുട്ടികൾക്ക് മൊമെന്റോ നൽകി. ആപ്റ്റിലെ അധ്യാപകരെയും മൊമെന്റോ നൽകി ആദരിച്ചു. ഡയറക്ടർ നിബിൻ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ആപ്റ്റിലെ 9-10 ക്ലാസ്സിലെ കുട്ടികൾക്കായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. വണ്ണപ്പുറത്തും കാളിയാറിലും ആപ്റ്റിന്റെ സെന്ററുകൾ പ്രവർത്തിച്ചു വരുന്നു. തൊടുപുഴ NSS കരയോഗ യൂണിയന്റെയും വനിതാ യൂണിയന്റെയും ആഭിമുഖ്യത്തിൽ തിരുവാതിര മഹോത്സവം സംഘടിപ്പിച്ചു. NSS യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള മഹോത്സവം ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ താലൂക്ക് NSS കരയോഗ യൂണിയന്റെയും വനിതാ യൂണിയന്റെയും നേതൃത്വത്തിൽ തിരുവാതിരക്കളി മത്സരം സംഘടിപ്പിച്ചു. വനിതാ യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ സിന്ധു രാജീവിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിന്റെ ഉദ്ഘാടനം യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള നിർവഹിച്ചു. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നായർ സർവീസ് സൊസൈറ്റി എന്താണെന്നോ ആ മഹാപ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്ത സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ മനസ്സിലാക്കേണ്ട ഒരു ചരിത്ര സംഭവമാണ്. നമുക്കറിയാം, ഇന്ന് സമൂഹത്തിൽ വളരെയേറെ കാലുഷ്യങ്ങൾ, സംഘർഷങ്ങൾ, ജാതി ചിന്തകൾ, ജാതികളെ തിരിച്ച് രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന രാഷ്ട്രീയ നേതാക്കളുടെ പ്രവർത്തനങ്ങൾ ഒരു ദൈവത്തിൻ്റെ നാട് എന്ന് നമ്മൾ സ്വയം വിശേഷിപ്പിച്ച കേരളത്തെ ചെറുത്താൻ്റെ നാടാക്കി മാറ്റിയിരിക്കുക. വിവിധ വനിതാ സമാജത്തിൽ നിന്നുള്ള ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. യൂണിയൻ വൈസ് പ്രസിഡന്റ് MB ധർമാംഗത കൈമൾ, യൂണിയൻ സെക്രട്ടറി SN ശ്രീകാന്ത്, വനിതാ യൂണിയൻ സെക്രട്ടറി പ്രസീത സോമൻ, ഖജാൻജി ശ്രീദേവി സുനിൽ എന്നിവർ സംസാരിച്ചു. തിരുവാതിര മത്സരത്തിൽ ഫസ്റ്റ് കുമാരമംഗലം ശ്രീഭദ്ര NSS വനിതാ സമാജത്തിന് 1ാം സ്ഥാനവും, തൊടുപുഴ ശ്രീകൃഷ്ണവിലാസം NSS വനിതാ സമാജത്തിന് 2ാം സ്ഥാനവും, ബംഗളൂർ ദേവി വിലാസം NSS വനിതാ സമാജത്തിന് 3ാം സ്ഥാനവും ലഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. 2024 വർഷം ഈസ്റ്റ് കേരള മഹായിടവകയിലെ ഏറ്റവും മികച്ച കൊയറായി തിരഞ്ഞെടുക്കപ്പെട്ട മലങ്കര സെന്റ് ആൻഡ്രൂസ് CSI ചർച്ച് കൊയർ മാസ്റ്റർ റോയ് ഐസക്കിനെയും ഗായക സംഘ അംഗങ്ങളെയും CSI സഭയുടെ നേതൃത്വത്തിൽ ആരാധനാലയത്തിൽ വെച്ച് ആദരിച്ചു. ഈ വിജയത്തിന്റെ പിന്നിൽ കൊയറിന്റെ കഠിന പ്രയത്നവും സമർപ്പണവുമാണെന്ന് അനുമോദന സന്ദേശത്തിൽ ഇടവക വികാരി റവറൻ ഡോക്ടർ ജോസ് ഫിലിപ്പ് പറഞ്ഞു. അവരുടെ സമർപ്പണം ഏറ്റവും പവിത്രമായതുകൊണ്ട് ഏറ്റവും നല്ല പരിശീലനങ്ങളായിട്ട് ഈ മഹാദേവിൽ നിലനിൽക്കുന്ന മറ്റാരും. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. മണക്കാട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ സോഷ്യൽ ഓഡിറ്റ് പദ്ധതിക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി മണക്കാട് ഗ്രാമപഞ്ചായത്തിലെ 8, 9, 10 വാർഡിലെ കർഷകരുടെ യോഗം 7-ാം തീയതി രാവിലെ 10:30 പുതുപ്പരിയാരം കോളനി ഹാളിൽ വെച്ചും 1, 12, 13 വാർഡുകളിലെ കർഷകർക്കായി ഉച്ചകഴിഞ്ഞ് 2-ന് വഴുത്തല പബ്ലിക് ലൈബ്രറി ഹാളിൽ വെച്ചും യോഗം നടത്തും. ജനുവരി മാസത്തിൽ മണക്കാട് ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള കർഷകരിൽ നിന്നും കൃഷി മേഖലയുമായി ബന്ധപ്പെട്ട വിവരശേഖരണം നടത്തി ഓഡിറ്റ് അവലോകന റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് പദ്ധതി ലക്ഷ്യമിടുന്നതായി കൃഷി ഓഫീസർ അറിയിച്ചു. ബിസിനസ് വാർത്ത. സെബാനോ റോയൽ ഫാമിലി അപ്പാർട്ട്മെന്റിന്റെ സഹോദര സ്ഥാപനമായ സബാനോ റെസിഡൻസി തൊടുപുഴ KSRTC കോതായിക്കുന്ന് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ ജെസ്സി ആന്റണി അധ്യക്ഷത വഹിച്ചു. സെബാനോ റോയൽ ഫാമിലി അപ്പാർട്ട്മെന്റിന്റെ സഹോദര സ്ഥാപനമായ സെബാനോ റെസിഡൻസി തൊടുപുഴ KSRTC കോതായിക്കുന്ന് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. നിരവധി വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു.
നമ്മുടെ നാട്ടിലെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ വികസന രംഗത്ത് വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകൾ ഉയരുമ്പോഴും വരുന്നവർക്ക് ആവശ്യമായിട്ടുള്ള ഹോസ്പിറ്റാലിറ്റി, അവരെ സ്വീകരിക്കാനും അവർക്ക് താമസിക്കാനും അവർക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങളെല്ലാം കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സൗകര്യങ്ങൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ നിലയിൽ നല്ല നിലയിൽ അത്തരം പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം വഹിക്കുന്ന ഇതിൻ്റെ ചെയർപേഴ്സൺ ചെയർമാൻ ശ്രീ സെബാസ്റ്റ്യൻ, അദ്ദേഹത്തെ പ്രത്യേകമായി ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ആ കുടുംബാംഗങ്ങളെല്ലാം പ്രത്യേകമായി സന്ദർഭത്തിൽ ഓർക്കുക. എല്ലാവിധമായ ആശംസകൾ നേരട്ടെ. വൈസ് ചെയർപേഴ്സൺ ജെസി ആന്റണി അധ്യക്ഷത വഹിച്ചു. ഡിവൈഎസ്പി ഇമ്മാനുവൽ പോൾ, മുനിസിപ്പൽ കൌൺസിലർ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, ഡോക്ടർ മാത്യു എബ്രാഹിം, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ, പ്രൊഫസർ KJ ആന്റണി, മുനിസിപ്പൽ കൌൺസിലർമാരായ ബിന്ദു പത്മകുമാർ, മിനി മധു, ജോസ് മഠത്തിൽ, റെജി കുന്നംകോട്ട് എന്നിവർ ആശംസകൾ നേർന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 19ാമത് തൊടുപുഴ ഫിലിം ഫെസ്റ്റിവൽ ജനുവരി 9 ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ നഗരസഭയുടെ പദ്ധതി നിർവഹണവും വികസനവും പൂർണ്ണമായും നിലച്ചെന്ന് കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗവും മുനിസിപ്പൽ കൌൺസിലറുമായ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. അഖിലേന്ത്യാ അവാർഡി ടീച്ചേഴ്സ് ഫെഡറേഷന്റെ ഗുരുശ്രേഷ്ഠ പുരസ്കാര സമർപ്പണവും വാർഷികവും സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് K. ഫ്രാൻസിസ് ജോർജ് MP പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. മന്ത്രി റോഷി അഗസ്റ്റിൻ അവാർഡുകൾ വിതരണം ചെയ്തു. വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ നാവികസേനയുടെ എക്യുപ്മെന്റ്സ് പ്രദർശനവും ഓപ്പൺ ഡേയും സംഘടിപ്പിച്ചു. പ്രദർശനം കോളേജ് മാനേജർ മോൺസിഞ്ഞർ ഡോക്ടർ പയസ് മലേക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. പുല്ലുപാറയിൽ KSRTC ബസ് മറിഞ്ഞുള്ള അപകടത്തിൽ ഒരാൾ കൂടി മരിച്ചു. ചികിത്സയിലിരുന്ന മാവേലിക്കര സ്വദേശി ബിന്ദു നാരായണനാണ് മരിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.